ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പാർവതി വിശാലിനെ കെയർ ചെയ്യുന്നതുകൊണ്ടാ വിശാലിന് പാർവതിയോട് ഇത്രയും കാര്യം. അപ്പോൾ അതുപോലെ നീയും കെയർ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിലേ വിശാലിന് നിന്നോടും സ്നേഹം തോന്നുമെന്ന് സുശീല പറയുകയാണ്. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, എനിക്ക് വേണ്ടത് വിശാലിനെയല്ല, വിശാലിന്റെ 100 കോടി സ്വത്തിനാണ്. എന്താണെങ്കിലും അത് പാർവതിയുടെ കയ്യിൽ ചെന്ന് ചേരാൻ ഞാൻ അനുവദിക്കില്ല. അതിനുവേണ്ടി ഞാൻ എന്ത് മാർഗവും കളിച്ചിരിക്കും. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയും പ്രതാപനെയുമാണ്. പ്രഭാവതി പറയുകയാണ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ടൈം ബോംബാണ് ആ ശേഖരൻ. അയാൾ ഇപ്പൊ പുറത്തു വരാതെ ഭയപ്പെട്ടിരിക്കുന്നതേ വിശാൽ കാരണമാ. വിശാൽ അയാളെ കൊല്ലുമോ എന്നുള്ള ഭയം അയാൾക്കുണ്ട്. അത് എനിക്കും തോന്നി ചേച്ചിയെന്ന് പ്രതാപൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, എന്നാലേ അയാൾ എപ്പോഴും ഇങ്ങനെ മറഞ്ഞിരിക്കാനൊന്നും പോകുന്നില്ല. നമ്മളെ കൊല്ലാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലായിരിക്കും അയാള്. എന്നാലേ അതിനു മുമ്പ് നമുക്ക് അയാളെ കൊല്ലണം. നീ കുറെ നാളായല്ലോ അയാളെ കണ്ടുപിടിക്കാമെന്ന് പറയുന്നു, എന്നിട്ട് ഒരനക്കവുമില്ലല്ലോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുകയാണ്, എൻ്റെ ചേച്ചി, ഞാൻ എല്ലാ ദിക്കിലേക്കും ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ല. ഞാൻ കുറെ നേരമായി അയാളെ വിളിച്ചു നോക്കുന്നു, അയാള് കോൾ എടുക്കുന്നില്ലെന്ന് പ്രഭാവതി പറയുമ്പോൾ പ്രതാപനും പറയുകയാണ്, ഞാനും വിളിച്ചു നോക്കി, അയാൾ എടുക്കുന്നില്ല. എന്നാലേ ഞാൻ അങ്ങനെ അയാളെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പ്രഭാവതി പറയുന്നു. അതേസമയം ഇതെല്ലാം ജനലിൽ കൂടി ശേഖരൻ കേൾക്കുകയാണ്. ഞാൻ എന്താണെങ്കിലും അയാളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് പ്രഭാവതി ശേഖരന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അതേസമയം ശേഖരൻ ഹാളിൽ നിൽക്കുകയായിരുന്നു. ചേച്ചി, അകത്തുനിന്നാണല്ലോ ഫോണിന്റെ ശബ്ദം കേൾക്കുന്നത്, നീ പെട്ടെന്ന് പോയി നോക്കൂ പ്രതാപ എന്ന് പറഞ്ഞ് പ്രതാപനെ പ്രഭാവതി അകത്തേക്ക് പറഞ്ഞയക്കുന്നു. അതേസമയം അകത്തേക്ക് കയറുന്ന പ്രതാപൻ ശേഖരന്റെ കയ്യിൽ നിന്നും കൈയോടെ ആ ഫോൺ വാങ്ങുകയാണ്. ചേച്ചി, ഇയാളുടെ കയ്യിൽ നിന്നാ ഫോൺ കിട്ടിയത്? പ്രതാപ, അതെന്റെ നമ്പറാണോ എന്ന് നോക്കാൻ പ്രഭാവതി പറയുമ്പോൾ ഒരു പേടിയോടെ നിൽക്കുകയാണ് ശേഖരൻ. തുടർന്ന് പ്രതാപൻ ആ കോൾ എടുക്കുമ്പോൾ അതിലുണ്ടായിരുന്നത് ഗാർഗിയായിരുന്നു. മുത്തശ്ശ, ചായ റെഡിയായി, ഞാൻ കൊണ്ടുവരട്ടെ എന്ന് ഗാർഗി ചോദിക്കുന്നു. അതേസമയം ശേഖരൻ ചോദിക്കുകയാണ്, ആരാ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയത്? പ്രതാപനാണോ? പ്രതാപ, ആ ഫോൺ ഇങ്ങ് തന്നേന്ന് ശേഖരൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, കൊടുത്തേക്ക്. ചേച്ചി, ഇയാൾ ശേഖരമേനൊന്നുമല്ല, നമ്മൾ വെറുതെ സംശയിച്ചതാണെന്ന് പറഞ്ഞ് പ്രതാപൻ പ്രഭാവതിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു. ആ കാഴ്ച കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശേഖരൻ. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനെയുമാണ്. പ്രതാപ, നീ ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയിലേക്ക് വിളിച്ചേ. കുറെ നാളായല്ലോ അവര് കണ്ടുപിടിക്കാമെന്ന് പറയുന്നു, പണം വാങ്ങുകയും ചെയ്തു. നീ ഇപ്പൊ തന്നെ അവരെ വിളിച്ചേ. അങ്ങനെ പ്രതാപൻ അവരെ വിളിച്ച് സംസാരിച്ചിട്ട് പ്രഭാവതിയോട് പറയുകയാണ്, ചേച്ചി, അവരന്വേഷിക്കുന്നുണ്ട്, ഇതുവരെ കണ്ടെത്താനായില്ലെന്നാ പറയുന്നത്. എത്രയും പെട്ടെന്ന് അയാളെ കണ്ടുപിടിക്കണമെന്ന് പ്രഭാവതി പറയുമ്പോൾ ശേഖരൻ പ്രഭാവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഇനി മുതലേ നിങ്ങളുടെ ഭീഷണികൾക്കൊന്നും ഈ പ്രഭാവതി ഭയക്കില്ല. നിങ്ങൾ എന്നെ കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലേ അതിനു മുമ്പ് ഞാൻ നിങ്ങളെ കൊന്നിരിക്കുമെന്ന് പ്രഭാവതി പറയുന്നു. അങ്ങനെ കോള് കട്ട് ചെയ്തതിനു ശേഷം പ്രഭാവതി പറയുകയാണ്, പ്രതാപ, ഈ സിം എടുത്തിരിക്കുന്ന അഡ്രസ്സ് നീ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അയാളിൽ എത്തിച്ചേരാൻ സാധിക്കും. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അച്ചമ്മയും ഗാർഗിയുമാണ്. അച്ചമ്മയുടെ ഫോണിലേക്ക് കമ്പനിയിലെ വൈസ് പ്രസിഡന്റ് വിളിക്കുകയാണ്. അതേസമയം താഴേക്ക് പ്രതാപനും പ്രഭാവതിയും കൂടി വരുന്നു. തുടർന്ന് അച്ചമ്മ വൈസ് പ്രസിഡന്റിനോട് സംസാരിച്ചതിന് ശേഷം ഗാർഗിയോട് പറയുകയാണ്, ഗാർഗി, നീ ചെന്ന് വിശാലിനെയും പാർവതിയെയും വിളിച്ചുകൊണ്ട് വാ. എന്താ അച്ചമ്മേ, എന്താ കാര്യമെന്ന് ഗാർഗി ചോദിക്കുമ്പോൾ നീ ആദ്യം അവരെ വിളിച്ചോണ്ട് വാ, എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയാമെന്ന് അച്ചമ്മ പറയുന്നു. അതേസമയം എന്താ അമ്മേ കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് പ്രഭാവതിയും പ്രതാപനും കൂടി അച്ചമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാ, എന്താണെങ്കിലും വിശാലും പാർവതിയും കൂടി വരട്ടെ, എന്നിട്ട് എല്ലാവരോടും കൂടി പറയാം. അതേസമയം സുശീല ജാസ്മിനെയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ വിശാലും പാർവതിയും കൂടി അച്ചമ്മയുടെ അടുത്തേക്ക് വരികയാണ്. എന്താ അച്ചമ്മേ, അച്ചമ്മ വിളിച്ചെന്ന് ഗാർഗി പറഞ്ഞു. എന്നെ ഇപ്പോ കമ്പനിയിൽ നിന്നും വൈസ് പ്രസിഡന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ ചട്ടപ്രകാരം കമ്പനിയിൽ നിന്റെ അച്ഛന്റെ കാലാവധി കഴിഞ്ഞു. ഗായത്രിയുടെ പോസ്റ്റും ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് രണ്ടും ഉടനെ തന്നെ ഫില്ല് ചെയ്യണം. സ്വാഭാവികമായി നീയും പാർവതിയും വേണം ആ സ്ഥാനത്ത് ഇനി മുതൽ തുടരാൻ. നീ തന്നെ അതിനുള്ള നടപടികൾ ഉടനെ വേണമെന്ന് അച്ചമ്മ പറയുമ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാനും പാർവതിയും റെഡിയാണെന്ന് വിശാൽ പറയുന്നു. തുടർന്ന് പ്രഭാവതി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, അല്ല, ഇതൊക്കെ ആ വൈസ് പ്രസിഡന്റ് തനിയെ തീരുമാനിച്ചാൽ മതിയോ? എനിക്കും കമ്പനിയിൽ സ്ഥാനമുള്ളതാ. അപ്പോ എന്നോട് ഒരു വാക്കെങ്കിലും ചോദിക്കാമായിരുന്നല്ലോ. ഇത് കേൾക്കുന്ന അച്ചമ്മ പറയുകയാണ്, നിന്നെപ്പോലെ തന്നെ ഒരു സ്ഥാനം എനിക്കുമുണ്ട് പാർവതി. പിന്നെ നിന്നോടൊരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി, നിന്റെ പോസ്റ്റിന്റെയും കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന പ്രഭാവതി ഞെട്ടലോടെ അച്ചമ്മയെ നോക്കുമ്പോൾ വിശാൽ പറയുകയാണ്, അച്ഛന്റെയും അമ്മയുടെ സ്ഥാനത്ത് ധൃതി വെച്ച് കയറിയിരിക്കാൻ എനിക്കും പാർവതിക്കുമൊന്നും ആഗ്രഹമില്ല. പക്ഷേ നിയമപ്രകാരം ഞങ്ങൾക്കത് ഏറ്റെടുത്തേ പറ്റൂ. ഇതൊക്കെ കേൾക്കുന്ന പ്രതാപം പറയുകയാണ്, ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ, ചേച്ചിക്കിനി വീട്ടിൽ തന്നെ ഇരുന്ന് സുഖിക്കാം. തുടർന്ന് അച്ചമ്മ പറയുകയാണ്, ഗോപിയും പ്രഭാവതിയും മാറുമ്പോൾ കമ്പനിക്ക് പുതിയ ബുക്ക്ലെറ്റും ബ്രോഷറും ഒക്കെ വേണം. അതില് വിശാലിന്റെയും പാർവതിയുടെയും ഫോട്ടോ വേണം ഉണ്ടാകാൻ. നാളെ തന്നെ കമ്പനിയിൽ നിന്നും ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാനായി വരും. പിന്നെ ഓഫീസിൽ പോകുമ്പോൾ ഗായത്രി പാരമ്പര്യമായി അണിഞ്ഞു വന്നിരുന്നൊരു മാലയുണ്ട്,
ആ മാല അണിഞ്ഞ് വേണം നാളെ ഫോട്ടോ എടുക്കാൻ. അതിപ്പോ ലോക്കറിലാണുള്ളത്. അത് അവിടെ നിന്ന് എടുത്തോണ്ട് വരാൻ ഞാൻ രാധികയോട് പറയാം. അപ്പോ നാളെ പാർവതി ഒരു രാജകുമാരിയെ പോലെ തിളങ്ങുമല്ലേ എന്ന് ആർക്കി ചോദിക്കുമ്പോ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് പ്രഭാവതി. തുടർന്ന് ജാസ്മിൻ ദേഷ്യത്തോടെ മനസ്സിൽ പറയുകയാണ്, ഇല്ല, എനിക്ക് കിട്ടേണ്ടതൊന്നും പാർവതിക്ക് കിട്ടാൻ ഞാൻ അനുവദിക്കില്ല. അത് ഞാൻ എങ്ങനെയെങ്കിലും തടഞ്ഞിരിക്കും. പിന്നീട് കാണിക്കുന്നത് ശേഖരൻ ഗോപിനാഥിന്റെ അടുത്ത് പോയി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. വിശാലിനും പാർവതിക്കും പുതിയ സ്ഥാനം കിട്ടിയ കാര്യവും ഗോപിനാഥിന്റെയും പ്രഭാവതിയുടെയും കാലാവധി തീർന്ന കാര്യവും എല്ലാം തന്നെ ശേഖരൻ പറയുന്നു. ശരിക്കുള്ള ശേഖരനെ ഒന്ന് കാണണമെന്ന് ഗോപിനാഥ് പറയുമ്പോൾ തന്റെ താടിയും മീശയും എല്ലാം തന്നെ ഊരിമാറ്റി കാണിക്കുകയാണ് ശേഖരൻ. ഇത് കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഗോപി. എന്നോനെ എന്ന് വിളിക്കുമ്പോ ഗോപി സാറേ എന്ന് വിളിച്ച് ക്ഷമത്തോടെ ഗോപിയെ നോക്കുകയാണ് ശേഖരൻ. എന്തിനാടോ ഈ വേഷപ്പകർച്ച? കൊല്ലാൻ? ആരെ കൊല്ലാനെന്ന് ഗോപിനാഥ് ചോദിക്കുമ്പോ ശേഖരൻ പറയുകയാണ് പ്രഭാവതിയെ. ഇത് കേൾക്കുന്ന ഗോപിനാഥ് ഒരു ഞെട്ടലോടെ ചോദിക്കുകയാണ്, പ്രഭാവതിയോ? എന്തിന്? ഇത് കേൾക്കുന്ന ശേഖരൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജാസ്മിൻ ജിതിനെ വിളിക്കുന്നതാണ്. എന്താ ജാസ്മിൻ, എന്താ പ്രശ്നം? എനിക്കിവിടെ ഒരു സമാധാനവുമില്ലേട്ടാ. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നമെന്ന് ജിതിൻ ചോദിക്കുമ്പോ ജാസ്മിൻ പറയുകയാണ്, മണിചന്ദ്രമാല. ഗായത്രി ദേവി അണിഞ്ഞിരുന്ന മണിചന്ദ്രമാല ദാ ഇപ്പോ പാർവതിക്ക് കൊടുക്കാൻ പോവുകയാണ്. ഇതിന്റെ വില എത്രയാണെന്ന് ഏട്ടൻ അറിയാമോ? 3 കോടിയാ. ഇത് കേൾക്കുന്ന ജിതിൻ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന ജിതിൻ ചോദിക്കുകയാണ്, നീ എന്തിനാ ജാസ്മിൻ ആ വീട്ടിൽ നിൽക്കുന്നത്? ആ വീട്ടിൽ നിന്നിട്ട് ഇന്ന് വരെ നിനക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടായിട്ടുണ്ടോ? എന്റെ ചോദ്യം കേട്ട് ആകെ നാണം കെട്ട് നിൽക്കുന്ന ജാസ്മിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.